ഹലോ കൂട്ടുകാരെ, അച്ചമ്മ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അയല കുടമ്പുളിയിട്ട് കറി വെച്ചാലോ? അപ്പം വീഡിയോയിലേക്ക് പോകാം. മസാല തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കടുക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്ന ഉള്ളി ഒരു മൂന്ന് കഷ്ണം ചുമന്ന ഉള്ളി, ഇത്രയുമാണ്. ഇത്രയും സാധനം ഞാൻ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് കുഴമ്പ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ചട്ടി എടുത്ത് ചൂടാക്കുക. ചൂടായതിന് ശേഷം അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകും ഉലുവയും കൂടി ഇടുക. ഉലുവയിലിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ടുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മസാല ഇല്ലേ, മസാല നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ചട്ടിയിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമുക്കിനി കൂടുതലായിട്ട് ഇനി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, കുറച്ചും കൂടി എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്യാം. അപ്പം ഞാൻ കുറച്ചും കൂടി ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പിട്ടിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുടംപുളി അതിലോട്ടിടുക. അത് കുടംപുളി ഇട്ട് നന്നായി തിളപ്പിക്കുക. നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അയല ഇതിനകത്ത് ഇടുന്നുള്ളൂ കേട്ടോ. തിളച്ചതിന് ശേഷം ഈ ഒരു മിക്സ് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തും. അതിന് ശേഷം മാത്രം നമ്മൾ അയല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയല നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചട്ടി ഒന്ന് ചുറ്റി കൊടുക്കുക. സ്പൂണിട്ട് ഇളക്കാതെ ചട്ടി ഒന്ന് ചുറ്റി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിക്കുക. തിളച്ച് വന്നതിന് ശേഷം വീണ്ടും നമ്മൾ അതിൻ്റെ അടപ്പെടുത്തിട്ട് അതിനകത്ത് ഞാൻ 2-3 തണ്ട് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ചട്ടി ചുറ്റി എടുക്കുക. അപ്പോൾ നമ്മുടെ അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. മീൻ കറി ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും ഇത്. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ ഓൾ.